നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CBI കുപ്പായമിട്ടിറങ്ങി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഞെട്ടിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഓരോരുത്തരായി കൈയും വീശി ഇറങ്ങിപ്പോയത് എങ്ങനെ എന്ന് സർക്കാരും ആഭ്യന്തര വകുപ്പും കൂലങ്കഷമായി പഠിച്ചെങ്കിലും കാരണം വ്യക്തമായില്ല. ഒടുവിൽ ആഭ്യന്തരമന്ത്രി തന്നെ CBI കുപ്പായമിട്ട് രംഗത്തിറങ്ങി. തനിക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല അദ്ദേഹം ഇപ്രകാരം ചെയ്തത്. സത്യസന്ധമായി കേസ് തെളിയിക്കണമെങ്കിൽ താൻ തന്നെ നേരിട്ടിറങ്ങണമെന്ന് ചെന്നിത്തലയെ ചിലർ ഉപദേശിച്ചു. അങ്ങനെയാണ് നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചത്. ഈ ഉദ്യോഗസ്ഥരായിരുന്നെങ്കിൽ പ്രതികൾ ഒന്നടങ്കം ഊരുമായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ R പ്രശാന്തിനെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ ചുമതലയിൽ നിന്നും നീക്കിയ സാഹചര്യത്തിലാണ് മാറ്റം. മ്യൂസിയത്തെ പുതിയ SHO ആയ സുധീഷിനായിരിക്കും അന്വേഷണ ചുമതല കൈമാറുക എന്നാണ് വിവരം. ED ആക്രമിച്ച കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, V ജോയ് MLA ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്താനിരിക്കെയാണ് അന്വേഷണ സംഘത്തിലെ മാറ്റം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും പോലീസിലെ ഇടത് സംഘടനാ നേതാവുമായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസമാണ് SHO പദവിയിൽ നിന്നും മാറ്റിയത്. പകരം നിയമനം നൽകിയിട്ടില്ല. ഇടത് സംഘടനാ നേതാവ് കൂടിയായതിനാൽ പ്രശാന്തിനെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയേക്കുമെന്നാണ് വിവരം. പോലീസ് സംഘടനയുടെ എണ്ണം 3-ൽ നിന്ന് 2 ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രശാന്ത് നേതൃത്വം നൽകുന്ന ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രമേയം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റം. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു പ്രശാന്തിനെ മ്യൂസിയം സ്റ്റേഷനിൽ നിയമിച്ചത്. അതൊരു ഓപ്പറേഷൻ ആയിരുന്നു. സാധാരണ UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഇത്തരത്തിൽ ഗിമിക്കുകൾ നടക്കാറുണ്ട്. എന്നാൽ LDFന്റെ ഭരണകാലത്ത് ഇത് അനുവദിച്ചിരുന്നില്ല. അവർക്ക് പോലീസ് അസോസിയേഷനുള്ള സ്വാധീനം തന്നെയായിരുന്നു കാരണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നിൽ ഈ ഉദ്യോഗസ്ഥരാണ് എന്ന് ചെന്നിത്തലയ്ക്ക് വിശ്വസ്ത കേന്ദ്രത്തിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു. 67 ദിവസത്തിന് ശേഷമാണ് ഇതിലെ 7 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സംഭവം നടന്ന പ്രദേശത്തോ അതിന്റെ സബ് ഡിവിഷൻ പരിധിയിലോ പ്രവേശിക്കരുത് എന്ന കർശന വിലക്ക് കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് സർക്കാർ കരുതുന്നത്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതായും പ്രതികളിൽ നിന്ന് ആയുധങ്ങൾ അടക്കം കണ്ടെടുത്ത് കഴിഞ്ഞതായും കോടതി വിലയിരുത്തി. ഇനിയും ഇവർ കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ലെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 7 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത്. കൂടാതെ ED ഉദ്യോഗസ്ഥർക്കുണ്ടായ പരിക്കുകൾ കോടതി പരിശോധിക്കുകയും ഒരു ഡ്രൈവർക്കുണ്ടായ നിസ്സാര പരിക്കല്ലാതെ മറ്റ് സാരമായ പരിക്കുകൾ ഇല്ലെന്ന് വിലയിരുത്തുകയും ചെയ്തു. ഇതെല്ലാം അന്വേഷണത്തിലെ പിഴവായി മന്ത്രി കരുതുന്നു. അതിന് കാരണം ഇടത് ഉദ്യോഗസ്ഥരാണെന്ന് മന്ത്രി വിലയിരുത്തുന്നു. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന സർക്കാരും പ്രതികളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് വളരെ ഗൗരവകരമായ കുറ്റകൃത്യമാണെന്നും ജാമ്യം നൽകരുതെന്നും വാദിച്ചു. പരിക്കിന്റെ സ്വഭാവമല്ല, മറിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലെ ഉദ്ദേശ ലക്ഷ്യമാണ് പരിശോധിക്കേണ്ടതെന്ന് ED ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിലും ദീർഘകാലമായി പ്രതികൾ ജയിലിൽ കഴിയുന്നത് കൂടി പരിഗണിച്ച കോടതി ജാമ്യം നൽകുകയായിരുന്നു. പിണറായി വിജയന്റെ വസതിക്ക് പുറത്ത് റെയ്ഡ് കഴിഞ്ഞിറങ്ങുന്നതിനിടെ വാഹനങ്ങൾ തകർക്കുകയും ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. മെയ് 28 മുതൽ പ്രതികൾ ജയിലിൽ തുടരുകയായിരുന്നു. നേരത്തെ പലതവണ ഇവരുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നുവെങ്കിലും ഇപ്പോൾ അന്വേഷണം പൂർത്തിയായ സാഹചര്യം കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചത്. MV ഗോവിന്ദനെ ചോദ്യം ചെയ്യാൻ വിളിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് ഭയമായിരുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്ക്ക് നോട്ടീസ് അയക്കാനും അദ്ദേഹം മടിച്ചു. ഇതിൽ മ്യൂസിയം CIയെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൺകണ്ട ദൈവമാണ് ഇവർ. ഇന്നലെ വരെ സല്യൂട്ട് അടിച്ചവരെ എങ്ങനെ ചോദ്യം ചെയ്യും? ഇതോടെ ചെന്നിത്തല ഇടപെട്ടു. ഇത്തരം ഉദ്യോഗസ്ഥർ തനിക്ക് ശരിയാവില്ല എന്ന് ചെന്നിത്തല തീരുമാനിച്ചു. അങ്ങനെയാണ് ഗോവിന്ദനെ ആളെ ചട്ടിയിൽ കയറ്റാൻ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു കേസിൽ ഒരിക്കലും ജില്ലാ നേതാക്കൾ പോലും കേസിൽ പ്രതിയാവുകയില്ല. സംസ്ഥാന നേതാക്കളുടെ കാര്യം പറയേണ്ടതേയില്ല. എന്നാൽ ഈ കീഴ്വഴക്കത്തിനാണ് മാറ്റം വരുന്നത്. കുട്ടി സഖാക്കൾ ചുമ്മാ ഇറങ്ങിപ്പോയതിൽ CPM നേതാക്കൾ സന്തോഷിച്ചു. അതിലാണ് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. മെയ് 27-ന് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമാണ് CPM നേതാക്കളിൽ എത്തി നിൽക്കുന്നത്. ജില്ലാ സെക്രട്ടറി V ജോയ് MLA, CK ഹരീന്ദ്രൻ MLA, VK പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ എന്നിവരെ ചോദ്യം ചെയ്യും. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് നോട്ടീസ് നൽകും. ഇവരെല്ലാം സംഭവ സ്ഥലത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമ
അക്രമാസക്തരായി അവിടെ എത്തിയില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ റിമാൻഡിലായിരുന്ന 25 പ്രതികളിൽ 24 പേരും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. 65 ദിവസത്തിലേറെ റിമാൻഡിൽ കഴിഞ്ഞ പ്രതികൾ 23 പേരും ഹൈക്കോടതിയെ സമീപിച്ചാണ് ജാമ്യം നേടിയത്. ഇവരെല്ലാം മ്യൂസിയം സ്റ്റേഷനിൽ ഒപ്പിടാനെത്തി. കന്റോൺമെന്റ് പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശം നൽകി. ഉപാധികളോടുകൂടിയാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. 27 പ്രതികളുള്ള കേസ് 2 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും വധിക്കാൻ ശ്രമിച്ച കേസ് CPM നേതൃത്വത്തെ ആകെ ചരിത്രത്തിലില്ലാത്ത വിധം കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുന്നു. ആക്രമ സ്വാഭാവിക ജനരോക്ഷമല്ലെന്നും കൃത്യമായ പാർട്ടി നിർദ്ദേശപ്രകാരം നടന്ന ആസൂത്രിത ഗൂഢാലോചനയാണെന്നുമുള്ള സംശയം ബലപ്പെടുത്തുന്ന കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന് അറസ്റ്റിലായ മുൻ കൗൺസിലർ IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അണികളോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ നേതാക്കൾ നിർദ്ദേശിക്കുന്നു. ശബ്ദ സന്ദേശങ്ങളും പാർട്ടിയെ പൂർണ്ണമായും പ്രതികൂട്ടിലാക്കുകയാണ്. കേരള പോലീസ് വിചാരിച്ചാൽ ഉന്നത നേതാക്കൾ വരെ പ്രതികളാകുന്നു എന്ന കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരായ ആക്രമണമായതിനാൽ CBI അന്വേഷണം വരാനും സാധ്യത ഏറെയാണ്. സംഘർഷത്തിന് നേതൃത്വം നൽകി CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IB ബിനു അടക്കമാണ് ഇതുവരെ അറസ്റ്റിലായത്. എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപ് ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച വിവാദ പോസ്റ്റാണ് കേസിൽ CPMന് ഏറ്റവും വലിയ കെണിയായി മാറിയിരിക്കുന്നത്. പിടിച്ചതല്ല, പിടികൊടുക്കുകയാണ് ചെയ്തത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എന്റെ നിലപാടും ശരിയും എന്നായിരുന്നു ബിനുവിന്റെ വരികൾ.